മോഹൻലാലിനും സുരേഷ് ഗോപിക്കുമടക്കം മറ്റു പല ഉന്നതർക്കുമാണ് ജാമ്യം ലഭിച്ചതിൽ വേടൻ നന്ദി പറയേണ്ടത്. എറണാകുളത്തെ വേടന്റെ ഫ്ളാറ്റിലെ റെയ്ഡിലാണ് പോലീസ് കഞ്ചാവ് പിടിച്ചെടുത്തത്. എന്നാൽ ഇതിൽ അകത്താക്കാൻ വകുപ്പുണ്ടായിരുന്നില്ല. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിലായിരുന്നു കഴുത്തിലുള്ളത് പുലിപ്പല്ലാണ് എന്ന സ്ഥിരീകരണം വന്നത്. ഇതിനു പിന്നാലെ വനം വകുപ്പ് കസ്റ്റഡിയിൽ. കറുത്തവർക്കും വെളുത്തവർക്കും സമൂഹത്തിൽ രണ്ട് നീതി എന്ന വിമർശനം ഇതോടെ ശക്തമായി. നീർനിലങ്ങളിന്നടിമയാരുടമയാര് എന്ന് പാടിയ വേടൻ, ഇല്ല ഇല്ല വേടൻ ഇല്ലാ കഥ പറയുകില്ലെന്ന് പാടിയ മനുഷ്യൻ. ഈ മനുഷ്യൻ പറഞ്ഞത് ചരിത്ര പുസ്തകങ്ങളിൽ ഇല്ലാതെ പോയ അവർണരുടെ കഥയും കഥനവും കനവുമായിരുന്നു. സാധാരണ ന്യൂജൻ റാപ്പ് ഗായകർ തേപ്പിനെയും തേപ്പുപെട്ടിയെയും കുറിച്ച് പാടിയപ്പോൾ വേടൻ പാടിയത് ഞാൻ അടിമയല്ല, ഉടമയല്ല, നീ തമ്പുരാനല്ല എന്നായിരുന്നു. ഇങ്ങനെ ന്യൂജൻ പിള്ളേരുടെ വികാരമായിരുന്നു വേടൻ. പുലിപ്പല്ലിന്റെ പേരിൽ വേടനെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തപ്പോൾ വനം വകുപ്പിന് അത് പൊല്ലാപ്പായി. കോടതിയിൽ വനം വകുപ്പ് വേടന്റെ ജാമ്യത്തെ എതിർത്തു. എന്നാൽ കോടതി പുലിപ്പല്ല് കേസിൽ വേടന് ജാമ്യം നൽകി. ഇല്ലെങ്കിൽ പുലിപ്പല്ല് മാനക്കൊമ്പും മാൻകൊമ്പും സൂക്ഷിച്ചിരിക്കുന്നവരും കൈവശം വെച്ചിരിക്കുകയും ചെയ്യുന്ന പല പ്രമുഖരും അകത്താകാനുള്ള വഴി തെളിയുമായിരുന്നു. വേടൻ ഒരു പുലിപ്പല്ലാണ് ധരിച്ചതെങ്കിൽ സുരേഷ് ഗോപി രണ്ടു പുലിപ്പല്ല് ധരിച്ചു നിൽക്കുന്ന ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. മാത്രമല്ല, ആനക്കൊമ്പ് കൈവശം വെച്ച മോഹൻലാൽ കേസും സോഷ്യൽ മീഡിയ പൊടിതട്ടിയെടുത്തിട്ടുണ്ട്. വയനാട് കളക്ടറേറ്റ് ഓഫീസിൽ കളക്ടറുടെ ചേംബറിൽ വെച്ചിരിക്കുന്ന ആനക്കൊമ്പും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പിന്നീട് 30 വർഷമായി ആനക്കൊമ്പ് കളക്ടറേറ്റിൽ ഉണ്ടെന്നും വനംവകുപ്പ് അനുമതിയോടെയാണ് സൂക്ഷിക്കുന്നതെന്നും കളക്ടർ മേഘശ്രീ വിശദീകരണം നൽകി. വേടന് ജാമ്യം ലഭിക്കേണ്ടത് ഭരണകൂടത്തിന്റെ ആവശ്യകതയായി ഇതിനകം മാറി എന്നാണ് ഒരു പക്ഷം പറയുന്നത്. ഇല്ലെങ്കിൽ പല പ്രമുഖരും ഇതിന്റെ ചുവട് പിടിച്ച് അകത്തുപോയേനെ. അനുമതിയുള്ള സൂക്ഷിപ്പുകാരും നടത്തിപ്പുകാരുമടക്കം ഇതുപോലുള്ള മൃഗങ്ങളുടെ കൊമ്പുകളും മറ്റും വിസിറ്റിംഗ് റൂമുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇവരെല്ലാം കേസിന് പോകേണ്ട വകുപ്പ് വേടന്റെ കേസോടെ ഉണ്ടായേനെ. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വേടന് ജാമ്യം ലഭിച്ചത് എന്നാണ് ഒരു പക്ഷത്തിന്റെ വാദം. വേടന് ജാമ്യം കിട്ടിയതുകൊണ്ട് പലരും രക്ഷപ്പെട്ടു എന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുണ്ട്. വേടന് വേദന മറക്കാനാകുമോ? സുരേഷ് ഗോപിക്കും മോഹൻലാലിനും മറ്റു പ്രമുഖർക്കും കൊടുത്ത നീതി വേടനും കിട്ടണം. അനീതിയുടെ നീതിയല്ല വേണ്ടത്, തുല്യതയാണ് എന്ന ബോധമാണ് ഭരണകൂടം പുലർത്തേണ്ടത്. ഉപാധികളോടെയാണ് വേടന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ വ്യക്തമാക്കിയിട്ടില്ല. അന്വേഷണവുമായി വേടൻ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിലപാട് ജാമ്യം ലഭിക്കുന്നതിന് നിർണായകമായി. പെരുമ്പാവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വേടന് ജാമ്യം അനുവദിച്ചത്. യഥാർത്ഥ പുലിപ്പല്ലാണ് എന്ന് അറിയില്ലായിരുന്നു എന്ന വേടന്റെ മൊഴി കോടതി വിശ്വാസത്തിലെടുത്തിട്ടില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ വാങ്ങില്ലായിരുന്നു. നാളെ ആർക്കും ഈ അവസ്ഥ നേരിട്ടേക്കാം. പുലിപ്പല്ലെന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയ പരിശോധനയും നടത്താതെയാണ്. ഏത് അന്വേഷണവുമായും സഹകരിക്കാം, ഏത് വ്യവസ്ഥയും അംഗീകരിക്കാമെന്നും വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. സമ്മാനം തന്ന ആളെ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂവെന്നും അയാളെ ഇനി കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് പോലും തനിക്കറിയില്ലെന്നും വേടൻ കോടതിയിൽ പറഞ്ഞു. ആളെ കണ്ടെത്താൻ എവിടെ വേണമെങ്കിലും അന്വേഷണ സംഘത്തിനൊപ്പം പോകാൻ തയ്യാറാണ് എന്നും വേടൻ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് വ്യക്തമാക്കി.